നമസ്കാരം. എൻ്റെ പേര് സേവ്യർ വല്ലാർപാടം. ഞാൻ തേവര ഒരു ബാറിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതേ തേവര യുവരാജിൽ ബാറിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം പാടാൻ വേണ്ടി ചെന്ന് പിന്നെ സുഹൃത്തുക്കൾ ഓരോ പെഗ് മദ്യം തന്ന് അത് കഴിച്ചിട്ടൊക്കെയാണ് പാട്ട്. ആ പാട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് 6:30 തുടങ്ങി 10 മണി വരെ ആണ് ബാറിൽ പാട്ട്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാറിൽ എല്ലാവരും നിരാശ കാമുകന്മാരായിരുന്നു. എല്ലാവരും വിവാഹിതരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെക്കൊണ്ട് പാടിച്ചേക്കണത് സന്യാസിനി എന്നൊരു പാട്ട്. ഹിന്ദി പാട്ടിലെ ഒരു പാട്ട് ഞാൻ ഓർക്കുന്നത്, ചാഹൂംകാ മൈ തുझे സാജ് സവേരെ फिर भी कभी अब नामक तेरे आवाज़ मैंने दूंगा, आवाज़ मैंने दूंगा, चाहूंगा मैं तुझे साँझ सवेरे. ഇതിനടുത്ത മലയാളം പാട്ടുകൾ എന്നെ കൊണ്ട് പാടിച്ചിരുന്നു വെച്ചാൽ ഒരെണ്ണം, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, അങ്ങനെ ആ പാട്ട് വരുന്നു. 2-3 കൊല്ലത്തോളം ബാറിൽ പാടി. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതൊക്കെ പോയി. പക്ഷേ ആത്മീയത ഇല്ലായിരുന്നു. ആത്മീയത എന്ന് പറഞ്ഞ വസ്തുവില്ല, കാശ് മാത്രമേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടായിരുന്നു ജീവിതം. സ്വസ്ഥതയും സമാധാനമൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം എൻ്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചറായിരുന്നു ആന ടീച്ചർ വീട്ടിൽ വന്ന്, ഞാനിങ്ങ് വെള്ളോടിക്ക് ഉള്ള കാരണം ടീച്ചർ കേട്ടറിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് എന്നെ ഒരു ദിവസം, എടാ നിനക്ക് ഞാനൊരു ലെറ്റർ തരാം, ആ ലെറ്ററോട് നീ മഞ്ഞമ്മൽ ധ്യാനമന്ദിരത്തിൽ CRC ആ ധ്യാനമന്ദിരത്തിൽ പോയിട്ട് അവിടുത്തെ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരിച്ചൻ്റെ അടുത്ത് ഈ എഴുത്ത് കൊടുക്കണം, ആ ബാക്കിയുള്ളത് അവിടെ അച്ഛൻ ചെയ്തോളും. അങ്ങനെ അടുത്ത ദിവസം അവിടെ ധ്യാനം ആരംഭിക്കുന്നതാണ്. അവിടെ മഞ്ഞും വെച്ചെന്നാണ് എൻ്റെ ധ്യാനം ആരംഭിച്ച്. ആ ധ്യാനം കൂടി അവിടെ നിന്നാണ് എനിക്ക് കർത്താവ് ഒരു വചനം എന്നെ ശരിക്കും എൻ്റെ മനസ്സിനെ പിടിച്ച് വലിച്ച് നല്ലോണം വചനവിരുദ്ധ വാളാണെന്നും അത് മൂർച്ചയിലാണെന്നും എല്ലാം അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ വചനം ഇതാണ്, അപ്പോസ്തല പ്രവർത്തനം, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബ രക്ഷ പ്രാപിക്കും. ആ വചനം രാത്രി എന്നെ വളരെ 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 ഹൃദയത്തിൽ വളരെ 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 ആഴത്തിൽ ഇറങ്ങുകയും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബൈബിൾ ഒരെണ്ണം വായിച്ച് എൻ്റെ ബെഡിൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. മഞ്ഞുമേൽ ആ ധ്യാനം കൂടി കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ, കർത്താവിനെ രുചിച്ചറിഞ്ഞ, യേശുവിനെ രുചിച്ചറിഞ്ഞ ആ നിമിഷം, അതിനൊരു ഭാഗ്യം തന്ന്, നല്ലൊരു കുടുംബജീവിതം എനിക്ക് തന്ന്. എൻ്റെ മക്കളുടെ 3 പെൺപിള്ളേരാണ്, അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് 7 പേരക്കുട്ടികളുമായി എനിക്ക്. ഇതെല്ലാം എനിക്ക് നേടിത്തന്നത് മഞ്ഞുമൽ ധ്യാനമന്ദിരത്തിലെടുത്ത് മഞ്ഞുമാതാവ് സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരിയച്ഛൻ വഴിയാണ് എനിക്കിതൊക്കെ സംഭവിച്ചത്. പിന്നെ കാനപ്പള്ളിയച്ഛൻ, നെൽസൺ ജോബച്ചൻ, ഫാദർ ആൻഡ്രൂസ്, ഇവരെല്ലാം എൻ്റെ മാർഗദർശികളായിരുന്നു. ഞാൻ ദൈവത്തെങ്കിലേക്ക് ആകും മുമ്പേ, ഒരു ധ്യാനം കൂടുന്നതിന് മുമ്പേ എനിക്കുണ്ടായ അനുഭവമൊന്നുമില്ല ഇപ്പോൾ ഉള്ളത്. ഈ ബാറിലൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്കെല്ലാം ഉണ്ടായിരുന്നു. സന്തോഷവും മദ്യത്തിൻ്റെ ലഹരിയിലുള്ള സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തി ധ്യാനത്തിലേക്ക് ചെന്നപ്പോൾ അതെല്ലാം നിന്ന്, അതിൽ നിന്നെല്ലാം മോചനം നേടി. ഇപ്പോൾ എനിക്കുള്ള സന്തോഷം ദൈവിക സന്തോഷമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. മാത്രമല്ല ഇപ്പോൾ ഞാൻ വല്ലാർപാടം പള്ളിയിൽ അവിടുത്തെ പ്രധാനപ്പെട്ടൊരു പാട്ടുകാരനാണ്. അതിനും മാതാവ് ഇടവരുത്തി. ആ ലോകത്തിൻ്റെ ഭാഷയിൽ എങ്ങും പോകാതെ കർത്തൃ ശുശ്രൂഷ. എനിക്കിപ്പോൾ 70, ഏപ്രിൽ 26 എനിക്ക് 70 വയസ്സാണ്. 18 വയസ്സിൽ തുടങ്ങിയ ഗാനലാപങ്ങളാണ്. അത് സിനിമാ പാട്ടും കാര്യങ്ങളും. ഭക്തിയാനത്തിലേക്ക്, കർത്താവിൻ്റെ പാട്ടിലേക്ക് പാടാൻ, ദിവ്യബലിക്ക് പാടാൻ വന്നപ്പോൾ കൂടുതൽ സന്തോഷവും സമാധാനവും ഇല്ലായ്മയാണെങ്കിലും ഉള്ളായ്മയാണെങ്കിലും എല്ലാം സഹിക്കാൻ എന്ത് പ്രശ്നം വന്നാലും
സഹിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് വഴി എനിക്ക് ലഭിച്ചു. അതിനായിട്ട് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, പിതാവായ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് സൂചകമായിട്ട് എല്ലാത്തിനും സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി, 1000 നന്ദി, 1000 നന്ദി പറയുന്നു. നന്ദിയോടെ ദേവഗാനം പാടി മോദമോടെ വാഴ്ത്തിടാം. ക്രിസ്മസ് പോലെ എൻ്റെ വീട്ടിലും എന്നിലും ഉണ്ണി പിറന്നു. ആകുലമാകെ നീക്കിയിരവിൽ ഉണ്ണിയേശു പിറന്നിതാ. ഉദിച്ചു താരമുദിച്ചു, തെളിഞ്ഞു കിരണം തെളിഞ്ഞു. എന്നും എനിക്ക് ക്രിസ്മസാണ്, എന്നും ക്രിസ്മസാണ്. എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ മിത്രങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആമേൻ. യേശു മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.